ഹലോ ലവേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നുണ്ടല്ലോ ദുബായിലെ വൈറലായിട്ടുള്ള പിസ്താഷ്യ കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് 1/2 കപ്പ് പ്ലെയിൻ ചോക്ലേറ്റ് ഡബിൾ ബോയിലിങ്ങിലോ മൈക്രോവേവോ മെത്തേഡ് യൂസ് ചെയ്ത് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്തത്. അടിയിൽ ചൂടുള്ള വെള്ളം പാത്രത്തിൽ വെച്ച് മേളിലൊരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ മോൾഡില്ലാത്തവരാണെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള ട്രേയോ പാനോ എടുത്ത് അതിൽ ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓരോ മോൾഡിലും ചോക്ലേറ്റ് ഒരു ലെയർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കണേ. റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനായിട്ടൊരു പാനിൽ സ്വല്പം ബട്ടർ ഇട്ടിട്ട് സ്വല്പം കുനാഫ, ഞാനിവിടെ ഹോം മെയ്ഡ് കുനാഫ ഡോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നോക്കിക്കോണേ. അപ്പം ഇത് നന്നായി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒത്തിരി ബ്രൗൺ ആക്കണ്ട, അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതാണ് ക്രഞ്ചി പിസ്താഷ്യോ ക്രീം. ഇത് ഞാൻ ലുലുവിൽ നിന്ന് ഇവിടെ നിന്ന് മേടിച്ചതാണ്. ഇതെല്ലായിടത്തും കിട്ടും. അപ്പം ഇത് മേടിച്ചിട്ട് ഈ ഒരു പിസ്താഷ്യോ ക്രീം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതില്ല വീട്ടിൽ തയ്യാറാക്കാനാണെങ്കിൽ പിസ്താഷ്യോ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്താൽ മതി. നമുക്ക് പിസ്താഷ്യോ ക്രീം റെഡിയാവും. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ ചോക്ലേറ്റ് സെറ്റാവാൻ അതിൻ്റെ ഒരു ലെയർ അതെടുക്കാം. ഇപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പിസ്താഷ്യോ കുനാഫ ലെയർ ഫില്ലിങ് നമുക്ക് മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും ഒരു 1/2 കപ്പും കൂടെ പ്ലെയിൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചോക്ലേറ്റ് ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുക. വളരെ തിൻ ലെയറായിട്ട് നമുക്കിത് ഫുൾ കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കുക. ഒരു 1/2 മണിക്കൂറിൻ്റെ സമയം ആവശ്യമുള്ളൂ. നമ്മുടെ വൈറൽ ചോക്ലേറ്റ് ഇവിടെ റെഡിയാണ്. കഴിച്ചു നോക്കാം. അപ്പം നമ്മുടെ ദുബായിയുടെ ഏറ്റവും വൈറലായ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കേട്ടോ. ഇത് കണ്ടോ, ഓൾറെഡി ഇതിലെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ പോയി. എൻ്റെ പിള്ളേർക്ക് ഞാൻ കൊടുത്തു, അവർക്ക് ക്ഷമയില്ലായിരുന്നു. അവർ അടിപൊളിയാ സൂപ്പറാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഇത് ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാമേ. അപ്പം ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഞാനിത് ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമേ. അപ്പം ബാ. ഞാൻ ഹാർട്ട് തന്നെ എടുക്കാമെന്ന് ഓർത്തു. ഈ ഇടാക്കണ്ട, എന്ത് ക്യൂട്ടാന്ന് കണ്ടോ. നമ്മുടെ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് റെഡിയായി. നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം ഞാനിതൊരു ബൈറ്റ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. കണ്ടോ എൻ്റെ ഫില്ലിങ് കണ്ടോ പിസ്താഷ്യോ കുനാഫയുടെ. ഗൈസ്, ഇവരേതായാലും പറയുന്നത് സത്യം കേട്ടോ, വെറുതെ അല്ല വൈറലായത്. അടിപൊളി ടേസ്റ്റ്. ഈ പിസ്താഷ്യോ കുനാഫയുടെ മിക്സ് ചോക്ലേറ്റിനടുത്ത് വരുമ്പം കിക്കിടും. അടിപൊളി. ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ. നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കാൻ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കൊതി വന്നിട്ട് വയ്യ, ഞാൻ ഇത് കഴിച്ചിട്ട് വരാമേ. ബൈ ബൈ, സ്റ്റേ സേഫ്.